നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിനുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതി ചെന്താമര നെന്മാറ പഞ്ചായത്തിലെത്തിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സംസ്ഥാന ഇന്റലിജൻസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. പ്രതിക്കായി വ്യാപക തിരച്ചിലാണ് പോലീസ് നടത്തുന്നത്. നെന്മാറ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ വാഹനങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയും ലെവിൻ കെ വിജയനും വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം പ്രസാദിലേക്കാണ്. പ്രസാദ്, ഗുരുതര വീഴ്ച എന്ന് അങ്ങനെ വാക്കാൽ പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഒരു പ്രതി ജാമ്യം കിട്ടി പുറത്തെത്തിയിട്ട് ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു എന്നുള്ളത് ആ ലോക്കൽ പോലീസ് പോലും കാര്യമായി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിക്കെതിരെ നിരന്തരം പരാതികളുണ്ടായിട്ട് അതിനെ പാടെ അവഗണിച്ച് താക്കീത് ചെയ്ത് വിട്ടയക്കുന്ന ഒരു രീതി. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സമാനമായ സംഭവം എറണാകുളത്തുണ്ടായത്. എന്നിട്ട് അതിൽ നിന്ന് പോലീസ് പാഠം പഠിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയല്ലേ ഇത്? മാത്രമല്ല, ജാമ്യവ്യവസ്ഥ പൂർണ്ണമായി ലംഘിച്ചിട്ടും അതിപ്പോഴും അതിനും ന്യായീകരണമാണ് അവസാന മണിക്കൂറിലും ഡിവൈഎസ്പി നൽകിയത്. ലാൽകൃഷ്ണ, 2023 ഒക്ടോബറിലാണ് ജാമ്യത്തിൽ ഇളവ് ലഭിക്കുന്നത്. ഒക്ടോബർ 4-ാം തീയതി അന്ന് ലഭിച്ച ജാമ്യ ഇളവിൽ ആദ്യം ചെന്താമരയ്ക്ക് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിൽ പിന്നീട് ഇളവ് തേടിക്കൊണ്ട് ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണനും ചെന്താമരയും കോടതിയെ സമീപിക്കുകയും പോലീസ് സ്റ്റേഷൻ പരിധി എന്നുള്ളത് മാറി നെന്മാറ പഞ്ചായത്ത് പരിധിക്കകത്ത് പ്രവേശന വിലക്ക് എന്നുള്ളതായി മാറി. പക്ഷേ അതുപോലും പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇവിടെയാണ് താമസിച്ചിരുന്നത്. കുറച്ചു കാലം മാത്രമാണ് മാറി നിന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഡിസംബർ 29-ന് ഇവിടെ സുധാകരന്റെ മകളും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി എഴുതി കൊടുത്തു. പക്ഷെ എന്നിട്ട് പോലും ചെന്താമര ഇവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി തുടർ നടപടികൾ, ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച. ഈ പരാതി ലഭിച്ചതിന് ശേഷം ഇന്നിപ്പോ പോലീസിനെതിരെ പരാതി ഉയർന്നപ്പോൾ അവിടെ താക്കീത് ചെയ്ത് വിട്ടു എന്നത് തെളിയിക്കാൻ വേണ്ടി CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതുപോലും പോലീസിന്റെ വാദങ്ങളെ പോലീസ് എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ആ പ്രശ്നത്തെ കണ്ടത് എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം അതിൽ ചെന്താമരയെ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് പോലും വിളിച്ച് വരുത്തുന്നില്ല. അതിന് പോലീസ് പറയുന്ന ന്യായം, ചെന്താമര വന്നപ്പോൾ എന്നെ കാണണമെങ്കിൽ ഇൻസ്പെക്ടർ പുറത്തേക്ക് വരട്ടെ എന്ന് ചെന്താമര പറഞ്ഞപ്പോൾ പോലീസ് പുറത്തേക്ക് വന്ന് താക്കീത് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും അത്തരത്തിൽ ഒരു പ്രതിയായി നിൽക്കുന്ന ആൾ എന്നെ ഇൻസ്പെക്ടർ പുറത്തു വന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇറങ്ങി വന്ന് കണ്ട് താക്കീത് ചെയ്ത് വിടുന്ന ഒരു പോലീസ് സ്റ്റേഷനും നിലവിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ പോലീസ് ഇതിൽ അത്രയേറെ ലാഘവത്തോടു കൂടിയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നത് അവർ തന്നെ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഈ ജാമ്യ വ്യവസ്ഥയിലുള്ള ഇളവ് അതിനകത്ത് നെന്മാറ പോലീസ് പഞ്ചായത്ത് പരിധിക്കകത്ത് കയറരുത് എന്നുള്ളതായിരുന്നു പിന്നീട് നൽകിയിട്ടുള്ള ഇളവ്. പക്ഷേ അവിടെയും ഈ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് അത് അറിഞ്ഞിട്ടില്ല. പോലീസിന്റെ നെന്മാറയിലെ ഇന്റലിജൻസ് സംവിധാനം അത് അറിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇനി ആ സമയങ്ങളിൽ അറിഞ്ഞില്ല എങ്കിൽ പോലും ഡിസംബർ 29-ന് പോലീസിന് മുമ്പിൽ ഒരു പരാതി, അത് സുധാകരനും മകളും എന്ന് പറയുന്ന സുധാകരന്റെ ഭാര്യയെ ഈ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. ആ ചെന്താമര വീണ്ടും സുധാകരനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയാണ്. അവിടെ സമീപവാസികളുടെ കയ്യിൽ തന്റെ കൈവശം ആയുധമുണ്ട് എന്ന് ഈ പറയുന്ന ചെന്താമര കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട്. പോലീസ് വന്നാൽ പോലും അവിടെ പിന്നീട് ഇത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിന്ന് ചെന്താമരയെ മാറ്റാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടതാണ്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ ഇത്രയും അരക്ഷിതമായി കഴിയുന്ന ഒരു കുടുംബത്തിന് സുരക്ഷിതത്വം ഒരുക്കാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. എന്നിട്ട് പോലീസ് ഞങ്ങൾ ഇത് ഇത്രയും കരുതിയില്ല എന്നുള്ള വളരെ ലാഘവത്തോടു കൂടി ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും സംസ്ഥാന ഇന്റലിജൻസ് മേധാവിക്ക് ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നെന്മാറ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചു. ഇതിൽ അവർക്ക് റിപ്പോർട്ട്, അതായത് ഇതിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടും ആവശ്യമായ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു നടപടി, കർശന നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് അന്ന് തന്നെ ജാഗ്രതയോടെ കരുതൽ നടപടികൾ പോലും എടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ്. ആ പഞ്ചായത്തിൽ ആ വീടിന് അയൽവക്കത്തുള്ളവർ പോലും പരാതി പറഞ്ഞിട്ട് പോലീസ് അത് ഗൗനിച്ചില്ല എന്നുള്ളത്. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഒരു പ്രതി പറയുകയാണ്, എന്നെ കാണണമെങ്കിൽ ഇൻസ്പെക്ടർ പുറത്തേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ ജനമൈത്രി പോലീസ് ആയതുകൊണ്ടാണോ ഇത്രയും ലാഘവത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന താക്കീത് ചെയ്ത് വിട്ടയച്ചത് എന്ന കാര്യവും മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും അല്പം കൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ രാത്രി കാലത്ത് കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ വലിയ പരിശോധനയാണ് നടക്കുന്നത്.